ധിം താനനനനം താനനനനം താനനനം. അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് പ്രശാന്ത് ഹോട്ടലാണ് നമ്മുടെ PMGയിലുള്ളത്. കേശുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ വെച്ചാണ് കേട്ടോ നമ്മൾ നടത്തിയത്. എല്ലാ ബർത്ത്ഡേയും മോനിങ്ങനെ ഓർമ്മിക്കത്തക്കതാക്കി മാറ്റണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം എന്തോ അതിന് നമുക്ക് സാധിച്ചില്ല. എന്തോന്നല്ല, കടയുടെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതിന് സാധിക്കാത്തത്. ചെറിയ രീതിയിൽ മാത്രമാണ് ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെ ബർത്ത്ഡേയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ നിധി പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം കുറച്ചങ്ങ് ഗ്രാൻഡാക്കി ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം കണ്ടക്ട് ചെയ്തത്. 7 മണി കഴിഞ്ഞാണ് കേട്ടോ പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ശനിയാഴ്ച ദിവസത്തോട്ട് മാറ്റുകയും ചെയ്തു. സാധാരണ ഞങ്ങൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻസൊക്കെ ഞായറാഴ്ചയാണ് വെക്കുന്നത്. ഞായറാഴ്ച വെച്ചാലേ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എല്ലാവർക്കും പോകണമല്ലോ, ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴേക്കും പിന്നെ ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് ഇപ്പോൾ ശനിയാഴ്ച വെച്ച്. ശനിയാഴ്ച ആകുമ്പോഴേക്കും പിന്നെ പ്രശ്നമില്ലല്ലോ, പിറ്റേന്ന് ഞായറാഴ്ചയല്ലേ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റൊക്കെ ഒന്ന് ഫ്രഷ് ആവാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. കേശു ഫുൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കേശു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇങ്ങനെ ഞങ്ങൾ ക്ഷണിച്ച അതിഥികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെത്തുന്ന മുമ്പ് അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ പേട്ടയിലൊക്കെ എത്തിയപ്പോഴേക്കും കുറേ സമയം അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും ലിഫ്റ്റ് തുറന്നത് കേശു ഓടി ലിഫ്റ്റിൽ അങ്ങ് കയറി കേട്ടോ. ഞാൻ ചേട്ടനെ വഴക്ക് പറയായിരുന്നു. ഞാനും പെട്ടെന്ന് കയറിയിട്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും വലിയ പിടുത്തമില്ല ലിഫ്റ്റിൽ. എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ ഓരോ സിനിമ കാണുമ്പോഴേക്കും കണ്ടിട്ടില്ലേ ലിഫ്റ്റ് കുടുങ്ങുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഞാനും കൊച്ചും കൂടെ ലിഫ്റ്റ് കയറിയപ്പോഴേക്കും ലിഫ്റ്റ് ഇങ്ങനെ അടയാൻ തുടങ്ങി. പിന്നെ കൈയൊക്കെ വെച്ച് തടുത്ത് ഞാൻ എല്ലാത്തിനെയും പിടിച്ച് കയറ്റിയിട്ടൊക്കെയാണ് മേളിൽ പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാള്. പാട്ടല്ലേ കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ, സ്നേഹമഴക്കൂടല്ലേ മാറിലിളം ചൂടല്ലേ, കാവലിരിക്കാൻ വന്നേ അമ്മ മിഴിയേ. പാതിരകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ, ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാതെ. നീ താളം നീ ദൂരെ ദൂരെ തീരം നീ. മിന്നാമിന്നിച്ചെല്ലമൊരുക്കി ആരോടും ചൊല്ലാതെ ഞാൻ മാറിവില്ലിൻ തൂവലടുക്കി നിന്നോർമ്മയായി. അങ്ങനെ ഞങ്ങൾ ക്ഷണിച്ച അതിഥികളൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേക്ക് കേട്ടോ. നമ്മുടെ തീം കേക്ക് ഇന്ന് ഇങ്ങനെയായിരുന്നു. കേശുവിൻ്റെ ജീവനാണല്ലോ ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റ് തീമിൽ തന്നെയാണ് നമ്മൾ കേശുവിൻ്റെ ബർത്ത്ഡേ കേക്കും ഒരുക്കിയത്. അങ്ങനെ ഇനി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ 3 ആളും കൂടെ നിൽക്കുകയാണ്. കേശു ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. മോന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ നമ്മളിത് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇനി കേശുവിൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി കേശുവിനെ ഇന്ന് പിടിച്ചേ കിട്ടില്ല. പിള്ളേർ സെറ്റിൻ്റെ കൂടെ ആയാൽ പിന്നെ അറിയാമല്ലോ, ഭയങ്കര കളിയും ബഹളവും ഫുള്ളായിട്ട് അങ്ങ് എൻജോയ് ചെയ്ത്. ആദ്യം കേശുവിനെ തറയിൽ നിർത്തിയാണ് ഫോട്ടോയൊക്കെ എടുത്തത്. പിന്നെ അത് ഒരു കസേരയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കയറ്റി നിർത്തിയിട്ടൊക്കെ അടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേശു എന്ത് പറയാനായിട്ട്, അവരെന്ത് പറഞ്ഞാലും അതുപോലെ കേശു കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ആൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കേശുവിൻ്റെ 6ാം പിറന്നാൾ ഇതായിരുന്നു നമ്മൾ കേക്കിൽ എഴുതിയത്. അപ്പോൾ ഇനി കേശുവിൻ്റെ സിംഗിൾ ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തൊപ്പിയൊക്കെ വന്ന ഉടനെ ഈ തൊപ്പി അങ്ങ് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ വെക്കേണ്ട, ആ സമയമാകുമ്പോൾ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല.
അങ്ങനെ കേശുവിന് എല്ലാവരും കേക്കൊക്കെ കൊടുത്തിട്ട്, ഇതൊക്കെ ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, അവരെല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒപ്റ്റിക്കൽ ഷോപ്പിൻ്റെ ഉടമകളുമാണ്. അങ്ങനെ ആ ആ ഒരു ബാച്ച് ഫുള്ള്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓരോരുത്തരും കേശുവിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയായിരുന്നു. കേശുവിന് ഏറ്റവും ഇഷ്ടം അതായിരുന്നു. കേശുവിൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ, രുദ്രനെ പിടിച്ചൊരു മുത്തൊക്കെ കൊടുത്തേണ്ടില്ലേ. പിന്നെ ഇതാ കേശുവിൻ്റെ അപ്പയും മാമനും ഒക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുഞ്ഞയും കൊച്ചിച്ചനും. ഇതാണ് കേശു ആഗ്രഹിച്ചിരുന്ന സെക്ഷൻ. ഇതാണ്, അയ്യോ ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ, കളിപ്പാട്ടമൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് കേശു നിന്നത് തന്നെ. അപ്പോൾ ആളങ്ങനെ എക്സൈറ്റ്മെൻറ്റാണ് എന്തൊക്കെ എനിക്ക് കിട്ടുമെന്ന് അറിയാനായിട്ട്. അവൻ കുഞ്ഞല്ലേ, അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കണതും ഉണ്ട്. കേശുവിന്റെ 6ാം ജന്മദിനമാണ്. അതിന് എന്നെ ഉൾപ്പെടെ ഇവിടെ എത്തി എല്ലാവരെയും ക്ഷണിച്ച വൈദ്യുതിയുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. നമുക്ക് ഇന്ന് കേശു എന്നും ഓർമ്മിക്കത്തക്ക രീതിയിൽ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ എന്ത് പറയാനാ, വളരെ റിലാക്സ് ചെയ്ത് എല്ലാവരും നമ്മുടെ മസിൽ പിടുത്തമൊക്കെ വിട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ വളരെ ഇതായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പൊ തുടക്കം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്ന് മസിൽ പിടിച്ചിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും റിലാക്സ് ആവും. റിലാക്സ് ചെയ്ത് നമുക്ക് സ്വന്തം വീട്ടിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായി നമ്മൾ പലരും തമ്മിൽ പരിചയം ഉണ്ടാവില്ല, എന്നെയും പരിചയമില്ലാത്ത പലരും ഇതിനകത്ത് ഉണ്ടാവും. എന്നാലും നമ്മൾ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും പരിചയക്കാരായി മാറും. അപ്പോൾ എല്ലാവരും ഇതുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു സ്നേഹവിരുന്നൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ സ്നേഹവിരുന്നിലേക്ക് പങ്കെടുക്കാം, അങ്ങോട്ടേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇതാ കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന്. അപ്പോൾ എന്താ പറയാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെയൊക്കെ ആയപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വർഷം ഇങ്ങനെ അങ്ങ് ആഘോഷിച്ചതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് പാട്ടും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ട് സംഭവം അങ്ങ് കളറായി. കേശുക്കുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് 7 മണി തൊട്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10-11 മണി വരെ നമ്മളെല്ലാവരും 11:30 ആയപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് തിരിച്ച് വന്നത് തന്നെ. കേശുക്കുട്ടായിരുന്നു ആഹാരം കഴിക്കാനായിട്ടില്ലേ, കുറേ അപ്പമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ 2 പീസ് ചിക്കൻ മാത്രം കഴിച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് പോയി. ബാക്കി പിന്നെ ഞാനാണ് എടുത്തത്. അങ്ങനെ എല്ലാവരും ഇതാ ഫുഡൊക്കെ കഴിക്കാനായിട്ട് നിൽക്കുകയാണേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് കേട്ടോ കേശുവിൻ്റെ പിറന്നാളെന്ന് പറയുമ്പോഴേക്ക്. പിന്നെ ഈ പറയും പോലെ മോൻ ഇത്രയും നാളാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ, നമ്മുടെ പനീരമുട്ടിലെ പൊങ്കാലയുടെയും പിറ്റേ ദിവസമാണ് ആ കുംഭത്തിലെ ഉത്രമാണ് കേശു. അപ്പോൾ പിറ്റേ ദിവസമാണ് കേശുവിൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ പിന്നെ ആ ദിവസങ്ങളെല്ലാം ആഘോഷമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പിറന്നാളിൻ്റെ അന്ന് ആഘോഷിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും സൗകര്യം നോക്കി ഒരു ദിവസം വെച്ചാണ് നമ്മൾ വീണ്ടും ആഘോഷിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴും കുറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് വേണ്ട, പരീക്ഷയ്ക്ക് മുമ്പേ കേശുവിന് എക്സാമാണ് ഇന്ന്, അപ്പോൾ അതിനു മുന്നേ എല്ലാം അങ്ങ് നടത്താമെന്ന് വിചാരിച്ച്. പിള്ളേരൊക്കെ ഫുൾ ഓട്ടവും കളിയും ബഹളവുമായിരുന്നു കേട്ടോ. അവിടെ കിടന്ന് പിള്ളേർക്കും ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങ് വിട്ടിരുന്ന് തട്ടിയടിച്ച് വീഴുമെന്നൊന്നും പേടിക്കേണ്ട, എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങ് വിട്ടേക്കായിരുന്നു. കേശു പിന്നെ പറയണ്ട, കേശു ആയിരുന്നല്ലോ ലീഡറായിട്ട് നിന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടെ നിന്നെടുത്തതാണ്. അനിയനും അനിയത്തിയും, ഇത് കുഞ്ഞമ്മയുടെ മോളും ഹസ്ബൻഡും. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ എടുത്ത് പിന്നെ ഇനി എല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. എല്ലാവരും നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ട് വന്ന അതിഥികളല്ലേ, ക്ഷണിക്കപ്പെട്ടിട്ടല്ല ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാണല്ലോ. അപ്പോൾ ആ ഒരു പരിഗണന നമ്മളെല്ലാവർക്കും കൊടുക്കുകയും വേണമല്ലോ.
അങ്ങനെ സംഭവമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കേട്ടോ, നമ്മൾ ബർത്ത്ഡേ പാർട്ടിയും ഫങ്ഷൻസും ഒക്കെ അങ്ങനെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് ഒന്നും പ്രശ്നമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. നെമ്മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നെമ്മീൻ കറി കണ്ടപ്പോഴേക്ക് ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെക്കും പോലെ അല്ലല്ലോ, നല്ല കളർ കുറവായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ് നമുക്കാണെങ്കിൽ മീൻ കറിക്ക് നല്ല കളർ വേണമല്ലോ. ഇത് കണ്ടപ്പോഴേക്ക് ഈശ്വര ഇതെന്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ കഴിച്ചപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് പിള്ളേരുമൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കേശു അടുത്തത് ഓടിപ്പോയി ഐസ്ക്രീമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ 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 കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ചുരിദാറൊക്കെയാണ് കേട്ടോ തീരുമാനിച്ചത്. പിന്നെയാണ് ഞങ്ങൾ എല്ലാവരും സാരി തീമിലോട്ട് മാറിയത്. ഇപ്പം തോന്നുന്നു ആ സാരി എടുത്തപ്പോഴായിരുന്നു അതിൻ്റെതായി ഒരു ഭംഗി വന്നതെന്ന്. അയ്യോ, ഞങ്ങൾ പറയണതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ടൊക്കെ ഇനി പോവാനായിട്ടും തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഇപ്പോഴാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ എടുത്തത് കുടിക്കാനായിട്ട്. അങ്ങനെ എന്താ പറയാനായിട്ട് നമ്മൾ നടത്തുന്ന ആഘോഷങ്ങൾക്ക് നമുക്ക് നേരെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇരുന്ന് ആലോചിക്കാൻ പറ്റില്ല, അത് കഴിച്ചില്ല ഇത് കഴിച്ചില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നി. വേറെ ഒരാൾ വിളിച്ച് നമ്മൾ അതിഥികളായിട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത്. നമ്മൾ നടത്തുന്ന പരിപാടിയിൽ നമ്മൾ ഫുഡ് കഴിക്കില്ല. ഫുഡ് ആസ്വദിച്ചിരുന്ന് കഴിക്കാനായിട്ടൊരു സമയം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കേശുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ. പിന്നെ എല്ലാവരുമായിട്ട് കേശുവിന് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നല്ലോ. അപ്പോൾ ഇനി ആ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ആറ്റു നോറ്റുണ്ടായൊരു